നമസ്കാരം. ഭാരത് ബുക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതും ഒരു ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് അധികം നാൾ നിലനിൽക്കുന്ന രീതിയിൽ എങ്ങനെ ക്ലേ ഉണ്ടാക്കാം എന്നുള്ള രീതിയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കിച്ചണിൽ സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഉപ്പ്, മൈദാമാവ്, വെള്ളം വേണം. അത് സാധാരണ വെള്ളമല്ല, ചെറു ചൂടുവെള്ളം. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നു, അത് ഞാൻ പിന്നെ പഴയ പറഞ്ഞു തരാം. പിന്നെ വേണ്ടത് അക്രിലിക് കളർ, സൺഫ്ലവർ ഓയിൽ, പെർഫ്യൂം, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ വെച്ചാണ് ഞങ്ങൾ എങ്ങനെയാണ് കുറച്ച് അധികം നാൾ നിൽക്കുന്ന ക്ലേ ഉണ്ടാക്കാം എന്ന് പഠിപ്പിച്ചു തരുന്നത്. ആദ്യമായി ഞാൻ ഇവിടെ ഉപ്പ് എടുക്കുവാണ്. 1 കപ്പ് ഉപ്പ്. ഈ അളവ് കപ്പൊന്നും വേണമെന്നില്ല, ഇവിടെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എടുത്തൊന്ന് മാത്രം ഉപ്പിടുന്നു. അതിനുശേഷം ഞങ്ങൾ മൈദാമാവ് 2 അളവ് കപ്പിന് 2 കപ്പ് മൈദാമാവാണ് യൂസ് ചെയ്യുന്നത്. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. ഇട്ടു. അതിനുശേഷം ചെറു ചൂടുവെള്ളം ഉപയോഗിക്കുകയാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടല്ലോ. അതായത് ഉപ്പ് അലിയണം, ചൂടുവെള്ളം ആയതുകൊണ്ട് അത് അലിഞ്ഞോളും. അതിനുശേഷം ഓയിൽ ഒഴിക്കുന്നു, പെർഫ്യൂം ആഡ് ചെയ്യുന്നു. 3-4 ഡ്രോപ്പ് മതി. പെർഫ്യൂം ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രമാണ്. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഞങ്ങളിത് കുക്ക് ചെയ്യാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുവാണ്. ഞങ്ങളിട്ട സാധനം ഏതാണ്ട് മിക്സായി കഴിഞ്ഞു. ഇനി ഞങ്ങൾ അതേപടി ഇതേ ഇൻഡക്ഷൻ കുക്കറിലോട്ട് മാറ്റുവാണ്. ഇനി ബാക്കി കുക്ക് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഏകദേശം ഇത് കുക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. മാറ്റിയതിന് ശേഷം ബാക്കി പരിപാടികൾ ചെയ്യാം. ഇനി നമുക്ക് വേറൊന്നുമില്ല, ഇതൊന്ന് തണുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കളറൊന്ന് ആഡ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കിതൊന്ന് മാറ്റി വെച്ചാലോ. ഞങ്ങൾ കുക്ക് ചെയ്ത സാധനം ഏതാണ്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ചൂടെല്ലാം മാറിയിട്ടുണ്ട്, കണ്ടല്ലോ. ഞങ്ങൾ കുക്ക് ചെയ്തെടുത്ത ഡോയാണിത്. ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഡോയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നോക്കുമ്പോൾ നല്ല മണമുണ്ട്. എൻ്റെ മക്കൾ ആരും ഇതൊന്നും എടുത്ത് വായിക്കാത്ത ഇട്ട് കളയരുത്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനം തന്നെയാണ്. എന്നാലും പെർഫ്യൂമൊക്കെ ഞങ്ങൾ ആഡ് ചെയ്തതല്ലേ, അതുകൊണ്ട് വായിലൊന്നും ഇടാൻ നോക്കണ്ട. ഇനി നമുക്ക് കളർ ആഡ് ചെയ്യേണ്ട രീതിയിലേക്കാണ് പോവേണ്ടത്. കളർ ആഡ് ചെയ്യുമ്പോൾ കയ്യിലൊക്കെ കളറാകും. അതൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് കളയണം. അത് കഴിഞ്ഞിട്ട് വേണം ഫുഡെല്ലാം കഴിക്കാനായിട്ട്, അറിയാലോ. ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയാലോ, ഞാനിപ്പോൾ 6 കളറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിതിനെ 6 ബോളുകളായിട്ട് മാറ്റണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അതിലോട്ട് കളർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇതിൽ ഒരു കളർ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ കളർ എടുത്തിട്ട് ചേർക്കാം. ഇതിപ്പോൾ 6 കളർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 6 ബോളുകളായി മാറ്റിയതിന് ശേഷം അതിനകത്തോട്ട് കളറ് ആഡ് ചെയ്ത് അത് വേണം ഞങ്ങൾ ഓരോ മോഡൽസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഏതാണ്ട് 6 ഉരുളകൾ ഞങ്ങളിത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളർ ആഡ് ചെയ്യുക എന്നത് മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ഒരു ഉണ്ട ചെറുതായിപ്പോയി വലുതായിപ്പോയി എന്നുള്ളതെന്ന് ഓർത്ത് ഒന്നും വിഷമിക്കേണ്ട. ഇപ്പോൾ ഒരു മോഡൽ ഉണ്ടാക്കാനായിട്ട് ഒരു കളർ ഇച്ചിരി കൂടുതൽ വേണം. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കാം. ഒരെണ്ണം വളരെ കുറച്ച് മതി. ആ മോഡലിന് ഒരു ഇച്ചിരി കളർ മാത്രം മതിയെങ്കിൽ കുറച്ചുണ്ടാക്കിയാൽ മതി. ഇത് സെയിം 6 ഉണ്ട വേണം എന്നൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനൊന്നും ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. പല പല അളവുകളിലൊക്കെ ആയിപ്പോയി, അതൊന്നും കാര്യം വെക്കണ്ട. ഇനി ഞങ്ങൾക്ക് കളർ ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞതാണല്ലോ അക്രിലിക് കളർ. ഞാൻ എടുക്കുവാണ്. ആദ്യമായിട്ട് റെഡ് കളറാണ് എടുക്കാൻ പോകുന്നത്. കളർ എടുക്കുവാണ്. കളർ ഒഴിക്കുന്നു. കൂടുതൽ നല്ല ബ്രൈറ്റായിട്ട് കളർ കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കണം. കളർ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും കുഴയ്ക്കുവാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ആഡ് ചെയ്ത റെഡ് കളർ ഇങ്ങനെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കളറൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. കളർ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാവും. റെഡ് കളർ ആയി കഴിഞ്ഞു. കയ്യിൽ കുറച്ച് കളറൊക്കെ ഉണ്ടാവും, നമുക്ക് ലാസ്റ്റ് കഴുകി കളയാം. ഓരോ കളർ മിക്സ് ചെയ്യുമ്പോഴും ഞങ്ങൾ കൈ നന്നായിട്ട് വൃത്തിയാക്കണം.
അല്ലെങ്കിൽ മറ്റുള്ള കളർ ഇതിലോട്ടാവും. ഇത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആവും. അങ്ങനെ ആവാൻ പാടില്ല. ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ അടുത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് കൈ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് തുടച്ചതിന് ശേഷം മാത്രം അടുത്ത കളർ മിക്സ് ചെയ്യുക. ഓക്കെ അല്ലേ? നമുക്കിത് 5 കളർ കുഴച്ച് കഴിഞ്ഞു. അതിന് കളറൊക്കെ ആഡ് ചെയ്തു. നല്ല സുന്ദരമായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റായിട്ട് ഞങ്ങളിത് വൈറ്റ് കളർ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്തു. ഇതൊരു ഓഫ് വൈറ്റ് കളറാണ്. എന്നാലും വെള്ള കളർ വേണമെങ്കിൽ വെള്ള പെയിൻറ്റ് ചേർക്കണം, അല്ലെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ വൈറ്റ് അല്ലേ, അതിന് മാവിൻ്റെ കളർ തന്നെ ആയിക്കോട്ടെ എന്ന് മാത്രം വിചാരിക്കാൻ പാടില്ല. 5 കളറിനൊപ്പം ദേ വൈറ്റും കൂടെ ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 6 മോഡലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കി, 2, 4, 6. ഈ 2 ക്ലേയും കണ്ടല്ലോ. ഇത് ഞാൻ സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് മേടിച്ച ക്ലേ ആണ്. ഇത് ഞങ്ങൾ വീട്ടിലുള്ള സാധാരണ സാധനങ്ങൾ കൊണ്ട് കുക്ക് ചെയ്തുണ്ടാക്കിയ ക്ലേ ആണ്. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാ മക്കളും ഒന്ന് ട്രൈ ചെയ്യണം. അമ്മയെ പോയി സോപ്പിടുക, അടുക്കളയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക, ഇതുപോലെ ഉണ്ടാക്കുക, പല പല മോഡൽസ് ഉണ്ടാക്കി കാണിക്കുക. ഓക്കെ അല്ലേ? എല്ലാവരും ക്ലേ ഉണ്ടാക്കി പഠിച്ചല്ലോ. നമ്മുടെ കിച്ചണിൽ ഈസി ആയിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്ലേ ആണിത്. അപ്പോൾ ഈ ക്ലേ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓരോ മോഡലിംഗ് ഉണ്ടാക്കി പഠിക്കാനായിട്ട് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഫേവറേറ്റ് പബ്ലിഷിംഗ് ഹൗസായ ഭാരത് ബുക്സ് ക്ലേ മോഡലിംഗ് ആൻഡ് സയൻസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുവാണ്. ഇതിൽ നമുക്ക് കാണുന്ന പോലെ ബോട്ട് എങ്ങനെ ഉണ്ടാക്കാം ഈ ക്ലേ കൊണ്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ ബുക്കിൽ. ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് ഓരോ കളർ ക്ലേ ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് ഈ കാണുന്ന ബോട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടാനുസരത്തിന് കളറും നിങ്ങൾക്ക് എപ്പോഴും മാറ്റി ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയ മാംഗോ, ആപ്പിൾ എങ്ങനെ ഉണ്ടാക്കാം, ഫ്രോഗ് എങ്ങനെ ഉണ്ടാക്കാം, ഒരു കാറ്, സ്ട്രോബെറി, പൈനാപ്പിൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റൂസ്റ്റർ ഉണ്ട്, ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാം, പലതരത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് ഫ്ലേവർ ഐസ്ക്രീം എന്നുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് കളർ മാറ്റി ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഈ ബുക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വർഷങ്ങളോളം ആനുവലി വരുന്ന സയൻസ് എക്സിബിഷനുകൾ അല്ലെങ്കിൽ നമുക്ക് സയൻസ് പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് വീട്ടിലെ സയൻസ് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനായിട്ട് ഓരോ എക്സ്പെരിമെൻറ്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ക്ലേ മോഡലിംഗ് ചെയ്ത പോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ടാണ് ഇതും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്ന പോലെ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ സയൻസ് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്നും അത് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ എന്താണെന്നും ഈ ബുക്കിനകത്ത് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദ മെറി ഗോ റൗണ്ട് ഉണ്ടാക്കുന്നത്, ക്ലീൻ വാട്ടർ ജനറേറ്റ് ചെയ്യുന്നത്, ബ്ലാക്ക് ഓർ വൈറ്റ് ഒന്ന് കണ്ടുപിടിക്കുന്നത്, പാരച്യൂട്ട്, സ്റ്റാറ്റിക് ഫ്ലവർ ഇലക്ട്രിസിറ്റി, ഇതിൻ്റെ എല്ലാ കോൺസെപ്റ്റ് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഈ ബുക്കിലൂടെ സാധിക്കും. ലൈറ്റ് ഇറ്റ് അപ്പ്, സ്ലൈം എങ്ങനെ ഉണ്ടാക്കാം, സ്കോച്ച് മിൻസ് ആൻഡ് ഡയറ്റ് കോള എങ്ങനെ ഉണ്ടാക്കാം, ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പഠിച്ചു കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിംസ് ആയ സ്നേക്ക് ആൻഡ് ലാഡർ, അതുപോലെ തന്നെ ലൂഡോ, ബാക്ക് പേജിലായിട്ട് സുഡോക്കോ, ടിക് ടാക്ടോ, പിന്നെ ഒരു ഡ്രോയിങ് സ്പേസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എക്വേഷൻസോ ഒക്കെ എഴുതി പഠിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഡ്രോയിങ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത്രയും ഉപകാരപ്പെട്ട ക്ലേ മോഡലിംഗ് പഠിക്കാനും സയൻസ് പ്രോജക്റ്റുകൾ ചെയ്ത് പഠിക്കാനും പറ്റുന്ന ഈ ബുക്ക് നിങ്ങൾക്ക് സ്കൂളുകളിലൂടെ ലഭ്യമാണ്. ഈ ബുക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഗെയിംസ് കളിക്കാനായിട്ട് ഈ ലൂഡോയും സ്നേക്ക് ആൻഡ് ലാഡറും കളിക്കാനായിട്ട് ഡൈസ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മാജിക് ഇഷ്ടമുള്ള കുട്ടികളല്ലേ എല്ലാവരും? ഭാരത് ബുക്സ് നിങ്ങൾക്കായിട്ട് ഒരു എൻ്റർടൈനിങ് വീഡിയോ സെഷൻ ഭാരത് ബുക്സിൻ്റെ മാജിക് ഷോ സീരീസ് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മാജിക് വളരെ പ്രത്യേകതയുള്ള ഒരു മാജിക്കാണ്. നമ്മളിപ്പോൾ ശനിയാഴ്ച മാജിക് ഷോയുടെ ലൈവ് നിങ്ങൾക്കിടും. അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടതിന് ശേഷം അടുത്ത ദിവസം ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് അതിൻ്റെ ട്രിക്കും അറിയാൻ പറ്റും. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് കുറേ പ്രാവശ്യം ചെയ്ത് നോക്കി നിങ്ങളുടെ പേരൻസിൻ്റെ ഹെൽപ്പോടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഭാരത് ബുക്സിന് അയച്ചു തരുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതാണ്. ഭാരത് ബുക്സിൻ്റെ വക അത്യുഗ്രൻ സമ്മാനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഭാരത് ബുക്സിൻ്റെ മാജിക് സീരീസ് കാണില്ലേ? സ്കൂൾ വഴി കിട്ടുന്ന നോട്ടീസിലെ QR കോഡ് വഴിയും
യൂട്യൂബിൽ കയറി ഭാരത് ബുക്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നമ്മുടെ പേജിലേക്ക്, യൂട്യൂബ് പേജിലേക്ക് വരാവുന്നതാണ്. അതിനകത്ത് വരുന്ന യൂട്യൂബ് വീഡിയോസും മാജിക് ട്രിക്ക് ഷോസും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിനി മാജിക് ഷോ വഴി കാണാം. ബൈ.